അസ്സലാമു അലൈക്കും. അല്ലാമീൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1.5 കിലോ കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ മേളിൽ നിൽക്കുന്ന അത്ര വെള്ളവും ഒഴിച്ച് അടപ്പടച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അത് 3 വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല പൊടിമൂത്ത കപ്പയായതുകൊണ്ട് 3 വിസിലടിക്കുന്നത്. പാടത്തെ കപ്പയാണെങ്കിൽ 1 വിസിലടിച്ചാലും മതി. പിന്നെ അത് വിസിൽ പോയിട്ട് ഒരു സ്റ്റീൽ കൊട്ടയിലേക്ക് തട്ടിക്കൊടുക്കാം, അതിൽ ഉള്ള ബാക്കി വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി. പിന്നെ ഒരു ബീഫ് 3/4 കിലോ ബീഫ് മറ്റൊരു കുക്കറിലിട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പടച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2-3 വിസിലും അടിച്ചതിന് ശേഷം കുക്കർ മാറ്റി വയ്ക്കാം. അത് അപ്പോഴേക്കും മുമ്പേ പുഴുങ്ങി വെച്ച കപ്പയുടെ വേരൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 സവാളയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും 1 ചെറുനാരങ്ങയും 2 തണ്ട് കറിവേപ്പിലയും 1 തുടം വലിയ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പിടി ചെറിയ ഉള്ളിയും 1 തക്കാളി അരിഞ്ഞതും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിൽ ചതച്ചെടുക്കാം. അത് നന്നായി ചതച്ചെടുത്തതിന് ശേഷം മാറ്റി വെച്ച കപ്പയും വിസിൽ പോയ ബീഫും ഇവിടെ റെഡിയാണ്. ഇനി അതിലേക്ക് ആ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു വലിയ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അത് നന്നായി ചെറുതായി വഴണ്ടി വരുമ്പോൾ ചതച്ച് വെച്ച കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ചതച്ച് വെച്ച കൂട്ടാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച മണമൊക്കെ പോയി വരുമ്പോൾ ഒന്ന് നല്ലോണം വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. നെയ്യും ഇട്ടതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ അവനവൻ്റെ എരിവിനനുസരിച്ച് അവനവന് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തു. ഇനി അത് ഒന്ന് മിക്സ് ചെയ്ത് ആ ബീഫിലേക്ക് ആ അരപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ച് ഇരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അതിന് ശേഷം റെഡിയായി മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കപ്പ ബിരിയാണി റെഡി ആയിരിക്കുന്നു.